ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ഒരു റിക്വസ്റ്റാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളോട് ജെനുവിൻ ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഓവറോൾ എനർജി, അവരുടെ ഒരു ക്യാരക്ടർ, ബിഹേവിയർ എല്ലാം എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനായി ശ്രമിക്കുക. ഓക്കെ, 9 of Wands, Hierophant, Fool card, Eight of Pentacles. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സണെ കുറിച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്, ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അറ്റം വരെ പോവുക എന്ന് പറയുന്നത് പോലെ പോകാനായിട്ട് മടിയില്ലാത്തൊരു വ്യക്തി. അതായത് ഒരു കാര്യം ഇവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ ഉള്ള ഒരു പേഴ്സണെ തന്നെയാണ് കാണുന്നത്. പെട്ടെന്നൊന്നും അങ്ങനെ തളർന്നു പോവുക, വീക്കായി പോവുക, അതൊന്നും സാധിക്കാത്ത വ്യക്തിയാണ്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യാനുള്ള ഒരു വിൽ പവർ ഉണ്ട്. ഇപ്പോൾ ചിലവർ നമ്മൾ കാണാറുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കൂടുതൽ കൂടുതൽ ആലോചിച്ച് വിഷമിച്ചിരുന്ന് ഒന്നും കൂടി അതിൻ്റെ ഒരു പസ്സും കാര്യങ്ങളൊക്കെ പുറത്തെടുക്കുന്ന ഒരു തരം വ്യക്തികളുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്നായിരിക്കും ആദ്യം ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ അത്രയും പെട്ടെന്ന് സംഭവിക്കില്ല. കുറച്ചും കൂടി ആ ഒരു സ്ട്രെങ്ത്, നമ്മൾ പറഞ്ഞ പോലെ ഡിറ്റർമിൻഡ് ആണ് ഈ ഒരു പേഴ്സൺ. ചിലപ്പോൾ അതുപോലെ തന്നെ വളരെയധികം കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. എന്ത് കാര്യം കൊടുത്തു കഴിഞ്ഞാലും അത് വളരെ കാര്യമായിട്ട് തന്നെ അതിനകത്ത് എഫേർട്ട് ഇടാൻ മടിയില്ലാത്ത ഒരു വ്യക്തി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വളരെ സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാം. മാത്രമല്ല ഒരു ട്രഡീഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചിലർ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ട്. ചിലർ അങ്ങനെയല്ല, നമുക്ക് പഴയൊരു പാരമ്പര്യം കാര്യങ്ങൾ നമ്മൾ വന്നിട്ടുള്ള ആ ഒരു ശീലം, ചിട്ടകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെ പോയി എത്ര മോഡേൺ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിട്ടുകളയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ലൈഫിൽ സക്സസ് ആവാൻ വളരെ നല്ലൊരു ക്യാരക്ടറാണ്. അതായത് പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ ശ്രമിക്കാനായിട്ട് മടിയില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ആ ഒരു ഓവറോൾ എനർജി നമുക്ക് ഒരു വ്യക്തിക്ക് വളരെ നല്ലൊരു കാര്യമാണ് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് എന്ന് തന്നെ പറയാം. പക്ഷേ ഇവരുടെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ എടുത്ത് ചാടിയെന്ന് വരാം. അതായത് അവിടെ ചിലപ്പോൾ ആരെങ്കിലും ആ ഒരു പേഴ്സണെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടണമെന്നില്ല. മാത്രമല്ല ആ ഒരു ഫ്രീഡത്തിന് അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ആ ഒരു സ്പേസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു വ്യക്തിയോടുള്ള ആ ഒരു കണക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും സ്നേഹമുണ്ടല്ലോ എന്ന് വിചാരിച്ച് പറയാൻ പോയി കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അവരുടെ ഒരു പേഴ്സണൽ സ്പേസിൽ ആരും എൻ്റർ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രീഡം വേണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു നേച്ചറാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ നിങ്ങൾ അത്രയും നിങ്ങളുടെ ഏത് അവസ്ഥയിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നതെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ഇവരുടെ ഒരു എനർജിയിലേക്ക് മാത്രമാണ് കടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അത്രയും സ്നേഹത്തോടെ പോരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അനുസരിക്കണം എന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ദേഷ്യപ്പെട്ടു എന്ന് വരാം. അത് ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടറാണ്. അവരുടെ ആ ഒരു സ്വാതന്ത്ര്യം അത് മറ്റാരും വന്ന് തടയുന്നത് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. മാത്രമല്ല ചിലപ്പോൾ എന്നാൽ ചിലവരുടെ ആഹ് എന്താ പറയുക, പുകഴ്ത്തലുകൾ, മുഖസ്തുതിയിലൊക്കെ ചിലപ്പോൾ വീണു പോകാനും സാധ്യതയുണ്ട്. പക്ഷെ സ്വയം വലിയ ബുദ്ധിമാനോ ബുദ്ധിമതിയോ ആണെന്ന് കാണിക്കുന്ന ഒരു പേഴ്സണാണ്. അവർ തന്നെ വിചാരിക്കുന്നത് അവർ വളരെ സ്ട്രോങ് ആണ്. അവർക്ക് നല്ല ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആർക്കും പെട്ടെന്നൊന്നും പറ്റിക്കാൻ കഴിയില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത്. അതിനെ നമ്മൾ ക്രോസ് ചെയ്ത് അവരുടെ ഒരു പോരായ്മ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ അത് ഒട്ടും അംഗീകരിക്കുകയില്ല. അപ്പോൾ അതുപോലെയൊക്കെയുള്ള ഒരു പേഴ്സൻ്റെ
എനർജിയാണ് നമുക്ക് കാണുന്നത്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രോബാക്ക് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ പല കാര്യങ്ങൾക്കും ഒരു മോശമായിട്ടുള്ള സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവാം. പെട്ടെന്ന് ആളുകളുടെ പുകഴ്ത്തലിൽ വീണ് പോവുക, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ അപ്പോഴുള്ള ഒരു അഭിനിവേശ കാര്യങ്ങളും കൊണ്ട് എടുത്ത് ചാടുന്ന ഒരു പ്രവണത, അതൊക്കെ ചിലപ്പോൾ അവരെന്തെങ്കിലും കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ സോഷ്യൽ കണക്ഷൻസ് ഒക്കെ ചിലപ്പോൾ ധാരാളമായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. എല്ലാവരോടും ആ ഒരു രീതിയിൽ ഇടപെടാനുള്ള ഒരു കഴിവുണ്ടായെന്ന് വരാം. അപ്പോൾ ആ ഒരു പേഴ്സന്റെ നേച്ചർ ഇത്തരത്തിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പാർട്ട്ണർ അത്രയും സോഷ്യൽ ആവുന്നത് ഇഷ്ടം അല്ലാത്തൊരു വ്യക്തിയായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസിലോ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കയറി ഇടപെട്ടു എന്ന് വരാം. പക്ഷെ അവരുടെ കാര്യത്തിൽ ആരും കൈകടത്തുന്നത് അത്രയും വലിയൊരു താല്പര്യമില്ല. പിന്നെ പൊതുവെ ഇവരുടെ ഒരു നേച്ചർ എന്ന് പറയുമ്പോൾ പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കാൻ വലിയ താല്പര്യം ഉണ്ടാവണമെന്നില്ല. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കോ കാര്യങ്ങളോ ഉണ്ടായി അല്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കാം. അതവിടെ അവസാനിച്ചിട്ട് വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓണായി കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ പഴയ കാര്യങ്ങൾക്കൊന്നും ചിലപ്പോൾ മറുപടി പറഞ്ഞൊന്നും വരില്ല. അല്ലെങ്കിൽ വീണ്ടും അതിനകത്ത് തന്നെ ആ ഒരു പഴയ കാര്യം എടുത്ത് വീണ്ടും സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതൊന്നും ഒരു താല്പര്യം ഉണ്ടാവാത്തൊരു വ്യക്തിയായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞാൽ ഓക്കെ അതവിടെ കഴിഞ്ഞു. പിന്നെയും അത് കുത്തിപ്പൊക്കി വരണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഓവറോൾ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു തരത്തിലാണ് നമുക്ക് ഇവരുടെ ഒരു എനർജി ബിഹേവിയർ ഒക്കെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മളൊരു ഈ ഒരു ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് പോലെ ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇവര് വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോ കാര്യമോ ഒന്നും അല്ല. ഒരു ജെനുവിൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ പറഞ്ഞ ആ ഒരു ഫൂൾ എനർജി പോലെ തന്നെ പെട്ടെന്ന് ചിലപ്പോൾ ഫൂളാക്കാനായിട്ട് മറ്റാർക്കെങ്കിലും സാധിച്ചേക്കും. പക്ഷെ അവരത് സമ്മതിച്ചു തരില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ നമുക്ക് മെയിൻ സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ കുറച്ചുകൂടി ഒരു നല്ല ക്ലാരിറ്റി കിട്ടും. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എന്താണ് എന്നൊക്കെയുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 9 ഓഫ് വാണ്ട്സ് നമുക്ക് നേരത്തെ കിട്ടിയ സെയിം എനർജി തന്നെയാണ്. 2 ഓഫ് കപ്സ്, ചാമ്പ്യൻ ഓഫ് വാണ്ട്സ്, ദ ഫൂൾ, വീണ്ടും സെയിം എനർജി. 3 ഓഫ് സോഡ്സ്, ജസ്റ്റിസ്, apprentice of cups, 8 of pentacles, repeating the same, the tower, ace of cups, apprentice of wands, the hermit, 3 of wands, 2 of swords, 5 of swords, 4 of pentacles, the magician. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. നമ്മൾ നേരത്തെ ഇവരുടെ ഒരു ഓവറോൾ എനർജി ബിഹേവിയർ ആ ഒരു ക്യാരക്ടറിനൊക്കെ വേണ്ടി എടുത്ത ആ 4 കാർഡ്സിലുള്ള 3 കാർഡ്സ് ആ ഒരു സെയിം എനർജീസ് തന്നെ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡബിൾ കൺഫർമേഷൻ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു നേച്ചർ അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു നേച്ചർ കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പണി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇമോഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇമോഷൻസ് ഉണ്ട്. നമുക്ക് 2 ഓഫ് കപ്സ് അതുപോലെ ഏസ് ഓഫ് കപ്സ് ഒക്കെ പോലെ അപ്രൻറ്റീസ് ഓഫ് കപ്സ് അത്രയും ആ ഒരു എന്താ പറയുന്നത് ഇമോഷൻസ്, ഫീലിങ്സ്, അറ്റാച്ച്മെൻ്റ് എല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു സ്നേഹമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള എനർജി നോക്കുമ്പോൾ അതും നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുള്ള വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഒരുപാട് സ്നേഹം തന്ന വ്യക്തികൾ തന്നെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി പെയിൻ കൂടുതലായിരിക്കും.
ഇപ്പോൾ കുറച്ചൊരു ദേഷ്യമൊക്കെ കാണിച്ച് അല്ലെങ്കിൽ ആദ്യമേ മുതൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലേ എല്ലാം മനസ്സിനകത്ത് വെച്ച് കുറച്ചിങ്ങനെ ജാട പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ സ്നേഹമില്ലാഞ്ഞിട്ടായിരിക്കില്ല. പക്ഷെ അവരുടെ ചിലരുടെ നേച്ചർ അങ്ങനെയാണ്. അങ്ങനെ പെട്ടെന്ന് എക്സ്പോസ് ചെയ്യുന്നവരായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു ഏഹ്, എന്താ പറയുക അത്രയ്ക്കധികം ഒരു വിഷമം തോന്നില്ല. പക്ഷേ ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ആശിപ്പിച്ചിട്ട് പിന്നെ അതിൽ നിന്നുള്ളൊരു ഡീവിയേഷൻ വരുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാൾ ഏജ് വൈസ് ചെറിയൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെരുമാറ്റം തന്നെ ഒരു ഇമ്മച്വർ അല്ലെങ്കിൽ ആ ഒരു നേച്ചർ ആയിരിക്കും. അതായത് ഈ ഒരു പേഴ്സൺ ഒരു ഇന്നസെൻസ് ഉള്ള വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ നമ്മൾ ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നത് പോലെ ചില സമയത്ത് ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ പിടിവാശികളൊക്കെ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു സ്വൈര്യം കെടുത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും സംഭവിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഫൈറ്റ്, ആർഗ്യുമെന്റ്സ് ഒക്കെ നടന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ നമുക്ക് കാണാം. തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സന്റെ എടുത്തുചാട്ടം കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ തന്നെ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവരുടെ ആ ഒരു എടുത്തിയാട്ടം കൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെയിൻ തന്നിട്ടുള്ള ഒരു പേഴ്സണാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഒരു ചെറിയ പെയിനോ അല്ലെങ്കിൽ സൗന്ദര്യപ്പിണക്കമോ കാര്യങ്ങളോ അല്ല. നല്ലൊരു രീതിയിലുള്ള നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇറക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പെയിൻ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടർ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുണ്ടെങ്കിലും ഒരു വാത്സല്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് ഉണ്ടായെന്ന് വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് വിട്ട് പുറത്തേക്ക് പോകാൻ കഴിയണമെന്നില്ല. കാരണം ആ ഒരു ഫാക്ടർ സ്നേഹം എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ചില പഴയ കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിർത്തുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ടവർ സിറ്റുവേഷൻ വരെ എത്തിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെയാണ്. അതായത് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളുകൾ മിണ്ടാതിരുന്നിട്ടുണ്ടാവാം. തകർന്നടിഞ്ഞു പോയി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇവരോടുള്ള ഒരു ട്രസ്റ്റ് ആയിരിക്കാം നഷ്ടപ്പെട്ടത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലെല്ലാം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇൻസിഡൻസ് നടന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇപ്പൊ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര വഴക്കുകൾ അല്ലെങ്കിൽ എത്ര ഡീപ്പ് വൂൺസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും വിട്ടുപോവാതെ ഏതൊക്കെയോ തരത്തിൽ ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരവസ്ഥ അവരായിട്ട് തന്നെ വരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും ഈ ഒരു പേഴ്സന്റെ ഒരു റീ എൻട്രി വീണ്ടും ഉണ്ടാവുന്നത്. അതായത് എത്രയൊക്കെ പിണങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുമിക്കാതിരിക്കാനാവില്ല എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജിയിൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഈ പേഴ്സണ് ഇഷ്ടമല്ല. അപ്പോൾ ഓരോ പ്രാവശ്യം വീണ്ടും വരുമ്പോൾ ചിലപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വീണ്ടും വരുമ്പോൾ എന്തെങ്കിലും പ്രോമിസ് ഒക്കെ തന്നിട്ട് വരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇനി നല്ല രീതിയിൽ പോകുമെന്നുള്ളൊരു ഇന്റൻഷനൊക്കെ ചിലപ്പോൾ നിങ്ങളോട് കാണിച്ചെന്ന് വരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നീതി വേണം എന്നുള്ളതായിരിക്കും. കാരണം നിങ്ങൾ ഈ ഒരു പേഴ്സൺ ബ്ലൈൻഡ് ആയിട്ട് സ്നേഹം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഒരുപാട് പാമ്പർ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ കൊടുത്ത കാര്യമെങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്ക് തിരിച്ചു കിട്ടണം. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയും ജെനുവിൻ ആയിരുന്നു. അപ്പോൾ എനിക്കത് തിരിച്ചു വേണം എന്നുള്ള ഒരു വാശി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ നല്ലൊരു പെയിൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ആ ഒരു എനിക്ക് വേണം ആ ഒരു പ്രയോറിറ്റി എന്നുള്ള ഒരു ചിന്താഗതി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ചിലപ്പോൾ കൂടുതലായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുന്നത്. ചിലപ്പോൾ അത് തന്നെയായിരിക്കാം ഇവിടെ ആ ഒരു ടവർ സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാനുള്ള ഒരു കാര്യം. കാരണം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ഇവർക്ക് ഓവറായിട്ട് പ്രഷർ കൊടുക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് സമ്മതിച്ചു തരാത്ത ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ അവരുടെ ഒരു ഈഗോ പ്രോബ്ലം കൊണ്ടായിരിക്കാം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിയില്ലെന്ന് മറ്റുള്ളവർ ചിന്തിക്കുമോ അങ്ങനെയുള്ള ഒരു റീസൺ കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പം അങ്ങനെയുള്ളവരോട് ചിലപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഹെവി ടാസ്ക് ആണ്. കാരണം അവർ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിയിൽ തർക്കിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒന്നുകൂടി ആ ഒരു ടവർ എനർജി വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. എന്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ടവർ സിറ്റുവേഷന് ശേഷവും വന്നിട്ടുള്ളത് ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ആ ഒരു ഫ്ലോയിങ് ഓഫ് ലവ് എനർജിയാണ്. തകർന്ന തരിപ്പണമായിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ നോ കോൺടാക്റ്റിലായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹവും കാര്യങ്ങൾക്കും ഇതിനകത്ത് കുറവ് വന്നിട്ടില്ല.
മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു കോൺഫ്ലിക്റ്റ് ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ചില റിലേഷൻഷിപ്പിൽ അതൊന്നും കാണൂല. മാനസികമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മൈൻഡ് ഗെയിമിംഗ് ആയിരിക്കും അവിടെ കൂടുതൽ നടക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ എന്തും വെട്ടി തുറന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വേദനിക്കോ വേദനിക്കില്ല എന്നൊന്നും ചിന്തിക്കാതെ ചിലപ്പോൾ സംസാരിച്ചെന്ന് വരാം. അങ്ങനെയുള്ള പല രീതിയിലുള്ള ഒരു ടോക്ക് നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും ഇവിടെ ഇപ്പോഴും ആ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ എങ്കിലും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു വിക്ടിമാണ് എന്നുള്ളൊരു ചിന്താഗതി ആ ഒരു പേഴ്സൺ ഉണ്ടാവും. അതായത് അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ കൂടി ഞാനാണ് ഇതിനകത്തെ വിക്ടിം. ഞാൻ ഇത്രയും എഫോർട്ട് എടുത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ശരിയില്ലേ എന്നുള്ള ആ ഒരു എനർജിയാണ്. അതായത് ഇപ്പൊ തെറ്റ് പറ്റിക്കഴിഞ്ഞാലും അത് അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, മടിയൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കറന്റ്ലി ഉള്ള അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യക്തികൾക്ക് ഇത് നോ കോൺടാക്റ്റ് ആയിരിക്കും. ചിലവർക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വീണ്ടും ലൈഫിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. എത്ര വഴക്കിട്ടോ അല്ലെങ്കിൽ എത്ര പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നു ചേരാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ വീണ്ടും വന്ന് കണ്ടുമുട്ടാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യക്തികൾ കുറച്ച് നാളുകളായിട്ട് നോ കോൺടാക്റ്റിലായിരിക്കും. ചിലവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു കോൺടാക്റ്റോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇന്നലത്തെ നമ്മളുടെ വീഡിയോയിൽ ആ ഒരു റീയൂണിയനൊക്കെ വളരെ കയറി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇന്നലത്തെ നമ്മളുടെ വീഡിയോയിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് കമൻസിലാണെന്നുണ്ടെങ്കിലും പേഴ്സണലി ആണെന്നുണ്ടെങ്കിലും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. റീസെൻ്റ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ റീയൂണിയൻ സംഭവിച്ച വ്യക്തികൾ വരില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ലൈഫിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം പലരുടെ ഒരുപാട് നാളത്തെ പ്രാർത്ഥനയും ആഗ്രഹമൊക്കെയാണ് പേഴ്സൺ തിരിച്ചു വരണം എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ കിട്ടിയവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് യൂണിവേഴ്സിനോട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടുന്ന ഒരു എഫേർട്ട് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓവർ കൺട്രോളിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ന്യൂട്രലായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ചിലർക്ക് കിട്ടാത്തവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ റീയൂണിയനോ കാര്യങ്ങളൊന്നും കിട്ടാതെ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ നമ്മൾ ഇവിടെ പറഞ്ഞൊരു അവസ്ഥയാണ് കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഈ ഒരു പേഴ്സന്റെ നേച്ചറിന്റെ ഭാഗമാണ് കുറേ കാര്യങ്ങൾ. അതിനുശേഷമാണ് റിലേഷൻഷിപ്പ് വരുന്നത്. ഇപ്പൊ ചിലവരുടെ സ്വഭാവം ഒരു തരത്തിലാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ഭയങ്കര പിടിവാശിയുള്ള ഒരു കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല. അത് അവരുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലല്ല എവിടെ ചെന്ന് കഴിഞ്ഞാലും അത് അവർ പോലും കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വിക്ടിം മെന്റാലിറ്റി കാര്യമല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായമാണെന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങളോട് സ്നേഹവും താല്പര്യവും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ ഒരു പേഴ്സൺ ഉണ്ട്. അവിടെയും ഒരു കുറവില്ല. പിന്നെ ഒരു കാര്യം നമ്മളിവിടെ എടുത്ത് പറയേണ്ടത്, നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം അല്ലാന്നുണ്ടെങ്കിൽ കെയർ എന്തോ ആവട്ടെ, ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപടി ഈ ഒരു വ്യക്തിയിൽ നിന്ന് തിരിച്ചു കിട്ടണം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. കാരണം ഇവർക്ക് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ മാത്രമായിരിക്കും അത് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഒരു പേഴ്സന്റെ മൈൻഡ് പോലെ ആയിരിക്കും. അവർക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല, അല്ലെങ്കിൽ അവർ മറ്റൊരു കാര്യത്തിൽ ബിസി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു നേച്ചറും കാണിച്ചെന്ന് വരാം. അതായത് മറ്റൊരാളുടെ മനസ്സ് മനസ്സിലാക്കാൻ ചിലവർ അങ്ങനെയുണ്ട്. നമ്മളുടെ ഒരു പങ്കാളിയുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ കുറച്ച് ദേഷ്യത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് ദേഷ്യപ്പെടേണ്ട, അവരെ സന്തോഷത്തോടെ വെക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചിലവർ അങ്ങനെയല്ല, നമ്മുടെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ മറ്റുള്ളവരോടും കാണിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കാര്യം ഈ പേഴ്സണിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കാരണം അവരുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. അവർക്ക് എന്ത് എക്സ്പ്രസ് ചെയ്യാൻ തോന്നി, അവർക്ക് വളരെ സന്തോഷമാണെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളോട് അത് എക്സ്പ്രസ് ചെയ്തെന്ന് വരാം. അല്ലെങ്കിൽ കുറച്ച് ദേഷ്യപ്പെട്ട് ടെൻഷനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ അടുത്ത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓവറോൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള എനർജി ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ മജീഷ്യൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആഹ്, ഈ ഒരു പേഴ്സണ് നിങ്ങളെ വിട്ട് കളയാൻ സാധിക്കില്ല എന്നുള്ളത് 100% ഷുവറാണ്. പക്ഷേ ഇവര് കംപ്ലീറ്റ്ലി എന്താ പറയാ, ട്രൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പല കാര്യങ്ങളും ഉണ്ടാക്കി പറഞ്ഞു എന്ന് വരാം. മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. പക്ഷെ വളരെയധികം ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് എനർജിയിലുള്ള വ്യക്തി എന്നുള്ള ഒരു എനർജി ഒന്നും നമുക്കിവിടെ വന്നിട്ടില്ല. പിന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെ പകുതി കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിന്റെ ഭാഗമാണ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ട് കളയാൻ കഴിയില്ല. നിങ്ങളുടെ കാര്യത്തിൽ അവര് ഭയങ്കരമായിട്ടുള്ള പൊസസീവാണ്. നിങ്ങളിങ്ങനെ നമ്മള് ആർക്കും വിട്ടുകൊടുക്കൂല. ഇത് എൻ്റെ ആണെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റാണ് ഈ വ്യക്തിക്കുള്ളത്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാതെ ഇതിനകത്തുള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ആദ്യ കാലത്ത് തന്ന പ്രയോറിറ്റി പിന്നീട് അങ്ങോട്ട് ചിലപ്പോൾ തന്നിട്ടുണ്ടാവണമെന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇവിടെ ആദ്യമേ നമുക്ക് ടു ഓഫ് കപ്സ് എനർജിയൊക്കെ പോലെ അത്രയും ആ ഒരു ഡീപ്പായിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബോണ്ടിങ് ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു സമയത്ത് ചിലപ്പോൾ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണം എന്നുള്ളത് കൊണ്ട് ഏതറ്റം വരെ നമ്മൾ പറഞ്ഞാണ് ആദ്യമേ,
ഏതറ്റം വരെ അവരുടെ ഒരു കാര്യം നടത്താൻ വേണ്ടി പോകുന്ന ഒരു പേഴ്സണാണ്. അത്രയും അവർ ശ്രമിച്ചിട്ടുണ്ടാവാം. അവരായിരിക്കും ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പുഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ അത് തന്നെ നിങ്ങൾ ലൈഫ് ലോങ് കിട്ടും എന്നായിരിക്കും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നത്. നമ്മളിവിടെ ഓൾറെഡി കണ്ടതാണ് നിങ്ങൾ ആ ഒരു ജസ്റ്റിസും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു പരിഗണന വേണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യം, അതായത് എങ്ങനെയാണോ ഒരു പേഴ്സൺ ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ വേണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്തൊരു പേഴ്സണാണ്. കാരണം ആദ്യകാലത്ത് ചിലപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ഒരു സ്നേഹം കൂടിയേ തീരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു എനർജി അല്ലെങ്കിൽ അവരിലേക്ക് കിട്ടാനായിരിക്കാം അവർ അത്രയും സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്ട്രീം വരെ അവർ പോയിട്ടുണ്ടാവുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു സന്തോഷം താല്പര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കാണിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എനർജി എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള ഒരു ലെവലാണ്. എന്ന് വിചാരിച്ചിട്ട് നിങ്ങളോട് സ്നേഹം ഇല്ല എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സ്നേഹം ധാരാളമായിട്ടുണ്ട്. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നതും ആ ഒരു കൂടെയുള്ള വ്യക്തിയെ പരിഗണിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയത് ഈ ഒരു പേഴ്സൺ ഒരു ജെനുവിൻ പേഴ്സണാലിറ്റി ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ സ്വഭാവവും ഇവിടെ വന്നിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ നമുക്ക് 100% ജെനുവിൻ പേഴ്സൺ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കുറച്ചൊരു മാനിപ്പുലേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിന് വേണ്ടി ന്യായീകരിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ളൊരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അവർ വളരെ ഫേക്ക്, അട്ടർ ഫേക്ക് ആണ്, അല്ലെങ്കിൽ ഫ്ലോപ്പാണ്, ഫ്ലേർട്ടിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അതും പറയാനായിട്ട് പറ്റില്ല. ന്യൂട്രൽ എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു മനുഷ്യന് പല പോരായ്മകൾ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ ഇവരുടെ ഒരു പോരായ്മ ചിലപ്പോൾ അവരുടെ ഒരു ക്യാരക്ടറിൻ്റെയും കൂടി ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും. അതല്ലാതെ അവർക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റിലേഷൻഷിപ്പിൽ സ്നേഹമുണ്ടോ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം ഉണ്ട്. ആ ഒരു വശമൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർക്ക് നിങ്ങളോട് ജെനുവിൻ ആയിട്ടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് അവർ കുറച്ചും കൂടി ഒരു സെൽഫിഷ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സണോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതും ഈ ഒരു റിലേഷൻഷിപ്പിന് പ്രശ്നമായിട്ട് നിന്നിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾക്ക് ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ ക്ലൂസ് ഒക്കെ എടുക്കുന്നതിന് മുൻപ് തന്നെ എത്ര പേർക്ക് ഇവരുടെ ഒരു എനർജി റെസനേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് ക്ലൂസ് എടുക്കാം. ഒരുപാട് പേർക്ക് ചിലപ്പോൾ റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലൂസ് റീഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കാപ്രിക്കോൺ, മലപ്പുറം, നമ്പർ 5, ലെറ്റർ P, നമ്പർ 19, ലെറ്റർ A, എറണാകുളം, ചിത്തിര നക്ഷത്രം, കൊല്ലം ഡിസ്ട്രിക്റ്റ്, നമ്പർ 17, തൃശ്ശൂർ, Pisces zodiac sign, Libra zodiac sign, January month, February, letter U, Aries, number 8, Trivandrum, number 4,
ലെറ്റർ വൈ, അശ്വതി നക്ഷത്രം, ആൻഡ് ഫൈനലി ലെറ്റർ എൽ. ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലൂസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചിലർ കമൻസിൽ പറയാറുണ്ട്, ചിലർ നേരിട്ടും പറയാറുണ്ട് പുറമേയുള്ള നാടുകൾ അല്ലെങ്കിൽ വേറെ കൺട്രീസിൻ്റെ പേര് കൂടി എഴുതിയിടുമെന്നുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തമുണ്ട്. ഇത് കാണുന്നവരും കേരളത്തിലുള്ളവർ മാത്രമല്ല, പല ഭാഗത്ത് നിന്ന്, ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് കാണുന്ന മലയാളികളുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾ എവിടെയൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഉള്ളവരെ കൂടാതെ പുറമേയുള്ള ആൾക്കാർ അത്രയും പേര് വരാറുണ്ട്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കാനഡ ആയിക്കോട്ടെ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, അങ്ങനെ പല ഭാഗത്ത് നിന്നും കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ രാജ്യങ്ങളുടെ പേര് എഴുതിയിടാൻ പറ്റില്ല. അതുപോലെ പല ഇവിടെ ആണെന്നുണ്ടെങ്കിലും ചെന്നൈയിലുള്ളവരുണ്ട്, ബാംഗ്ലൂരുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി എഴുതിയിടുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പക്ഷേ എല്ലാം നമ്മൾ മലയാളീസ് അല്ലേ കാണുന്നത്. അപ്പോൾ നമ്മൾ എവിടെ പോയി താമസിച്ചു കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ഒരു ഒറിജിൻ, ഒരു വേരുണ്ട്. അത് ആ ഒരു അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയുള്ള കേരളത്തിലുള്ള ആ ഒരു സ്ഥലങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അത് മാത്രം എഴുതിയിടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. പിന്നെ നമുക്കിവിടെ സോഡിയാക് സയൻസ്, നമ്പേഴ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, നക്ഷത്രം ഒക്കെ കയറി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതും കൂടി വെച്ച് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഇപ്പോൾ നോ കോൺടാക്റ്റിലുള്ളവരാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ ലൈഫിൽ വേണമെന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.